ബി ഗോപാലകൃഷ്ണൻ ചട്ടലംഘനം നടത്തിയെന്നാണ് ബിജെപിയുടെ ആരോപണം. എവിടെയാണ് ചട്ടം ലംഘിച്ചത്? ഇവിടുത്തെ ബീഹാർ മുഖ്യമന്ത്രി എന്തോ വലിയ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് സീതാറാം യെച്ചൂരി ട്വീറ്റ് ഇട്ടിരുന്നല്ലോ. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതിശക്തമായി പറഞ്ഞല്ലോ. നിങ്ങളെപ്പോലുള്ള ചാനലുകൾ അത് കൊട്ടിഘോഷിച്ചല്ലോ. അല്ല, ബി ഗോപാലകൃഷ്ണൻ ഈ കോവിഡ് വാക്സിൻ ഫ്രീ ആയി നൽകുന്നത് ചട്ടലംഘനമാണ് എന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളടക്കമുള്ള ചാനലുകളൊന്നും അത് ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അന്ന് ബിജെപിയുടെ നിലപാട് എന്തായിരുന്നു? കോവിഡ് വാക്സിൻ സൗജന്യമായി വിതരണം നൽകുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിലുണ്ടെന്ന് ഫിനാൻസ് മിനിസ്റ്റർ തന്നെ പറഞ്ഞതിനെയാണ് സീതാറാം യെച്ചൂരി പിന്നീട് ഒരു ചട്ടലംഘനമായി കണക്കാക്കുന്നത്. അന്ന് ബിജെപി സ്വീകരിച്ച നിലപാടല്ലോ ഇന്നിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ബീഹാറിൽ ഒരു നിലപാടും കേരളത്തിൽ ഒരു നിലപാടുമാകുന്നത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. അത് ഞാൻ തിരിച്ചാ ചോദിക്കുന്നത് നിങ്ങളോട്. നിങ്ങൾക്ക് ആ നിലപാട് എങ്ങനെയാ? എന്ത് ചട്ടലംഘനമാണെന്ന് നിങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ അന്ന് എഴുതി കാണിച്ചിരുന്നു ആ ചർച്ചയിൽ. അന്ന് നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല നിങ്ങൾ ഇപ്പൊ പറയുന്നു. നിങ്ങളുടെ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, അന്ന് ബി ജെ പി സ്വീകരിച്ച സമീപനം, നിർമ്മലാ സീതാരാമൻ അന്ന് ഫ്രീ ആയി വാക്സിൻ കൊടുക്കാമെന്ന് നൽകിയ ട്വീറ്റ് അത് ചട്ടലംഘനമല്ല എന്നാണ്. അതേ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് സ്വീകരിച്ചുകൂടാ? ഞാൻ പറയുന്നത് നിങ്ങൾ തിരിച്ചു പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് ചർച്ച ചെയ്തിട്ടില്ല നിങ്ങൾ പറയരുത്. ഞാൻ ഇന്ന് ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത് നിങ്ങൾ വൈകുന്നേരം 8 മണിക്ക് ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളത് പകല് നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ട് പ്രേക്ഷകരെ കാണിച്ചിരുന്നു. നിങ്ങൾ മാത്രമല്ല, എല്ലാ ചാനലുകളും കാണിച്ചിരുന്നു. മാധ്യമങ്ങളിൽ അത് വാർത്തയായിരുന്നു. അന്ന് നിർമ്മലാ സീതാരാമനാണത് പറഞ്ഞത്. നിർമ്മലാ സീതാരാമന്റെ ട്വീറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളത് ആ രീതിയിലുള്ള സമീപനം സ്വീകരിച്ചത്. അത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ധനകാര്യമന്ത്രി കേന്ദ്രത്തിൽ പറഞ്ഞ ഒരു വിഷയത്തെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും അതിനെതിരെ പരാതി പറയുകയും അതിനെതിരെ ട്വീറ്റ് ഇടുകയും അതിനെതിരെ പ്രേക്ഷകരുടെ മുമ്പിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരികയും ചെയ്ത അതേ രാഷ്ട്രീയ സമീപനത്തെ നിങ്ങൾ ഇന്നലത്തെ വിഷയവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 2 ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അന്ന് ചട്ടലംഘനമാണെന്ന് പറഞ്ഞവരാണ് ഇന്ന് ചട്ടലംഘനം നടത്തിയിരിക്കുന്നത്. അതാണ് ഒരു പോയിന്റ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് അന്ന് ചട്ടലംഘനം അല്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ ചട്ടലംഘനം ആണ് എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം തിരിച്ചാ ചോദിക്കുന്നത്. അന്ന് ചട്ടലംഘനമാണ് എന്ന് പറയുന്നത് ചട്ടലംഘനം നടത്തി എന്ന് പറയുന്നതല്ലേ കൺഫ്യൂസ്ഡ് ആവും. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, 2020 ഒക്ടോബർ 22-ാം തീയതിയാണ് നിർമ്മലാ സീതാരാമൻ ഈ ട്വീറ്റ് ചെയ്യുന്നത്. അന്ന് നിർമ്മലാ സീതാരാമൻ COVID-19 വാക്സിൻ വിൽ ബി അവൈലബിൾ ഫോർ പ്രൊഡക്ഷൻ അറ്റ് എ മാസ് സ്കെയിൽ. എവരി പേഴ്സൺ ഇൻ ബീഹാർ വിൽ ഗെറ്റ് എ ഫ്രീ വാക്സിനേഷൻ എന്നുള്ളതായിരുന്നു. അതാണ് ചട്ടലംഘനമായ സീതാറാം യെച്ചൂരി പറയുന്നത്. ആ ഒക്ടോബർ 22-ാം തീയതി ബി ജെ പി സ്വീകരിച്ച അന്ന് സ്വീകരിച്ചത് ചട്ടലംഘനമല്ല എന്നാണ്. അല്ല, നിങ്ങൾ ബി ജെ പി സ്വീകരിച്ചതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ആ ബി ജെ പി സ്വീകരിച്ച ലംഘനം നിങ്ങളല്ലല്ലോ പറഞ്ഞത്. ബീഹാറിന്റെ വിഷയം പറഞ്ഞത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന് മറുപടിയാണ് പറയുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ചട്ടലംഘനം എന്ത് ചട്ടലംഘനമാണ് നടത്തിയത് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞത് അന്ന് ചട്ടലംഘനം എന്ത് നടത്തിയെന്ന് 24 ചോദിച്ചോ? അരുൺ ചോദിച്ചോ? ഇല്ല, ചോദിച്ചില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അവകാശം ഇന്ന് ചോദിക്കാൻ എന്നോട്? ഒരു മിനിറ്റ്, ഞാനൊന്ന് തീർക്കാൻ നിങ്ങൾ അനുവദിക്കാം. ഒരു മിനിറ്റ് ചങ്ങാതി, നിങ്ങൾ ചട്ടലംഘിച്ചോ ഇല്ലയോ എന്നുള്ള ചോദിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ ചട്ടലംഘനം നടത്തി എന്നുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ചട്ടലംഘനം നടത്തിയതായി പരാതി എന്ന വാർത്തയാണ് പറഞ്ഞാൽ കോൺഗ്രസ് പറഞ്ഞാൽ ആ പരാതി വാർത്തയെ കൊടുക്കണ്ടേ? പക്ഷെ എന്റെ ചോദ്യം അന്നത്തെ ബി ജെ പി നിലപാട് ഇന്നത്തെ ബി ജെ പി നിലപാട് വ്യത്യാസം എന്തിനാണ്? അതെ, അരുണെ വീണടുത്ത് കിടന്ന് ഉരുളണ്ട. അന്ന് നിങ്ങൾ ചട്ടലംഘനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ട് എന്ന് തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. ആ പ്രേക്ഷകരെ നിങ്ങൾ കാണിച്ച അതേ പരാതിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. നേതാക്കൾ കൊടുക്കുന്ന പരാതി കാണിക്കുന്നത് ഒരു മാധ്യമത്തിന്റെ ഉത്തരവാദിത്വമാണ്. സീതാറാം യെച്ചൂരി നൽകിയ പരാതി ഞങ്ങൾ കാണിച്ചു. ഇന്നിപ്പോൾ സീതാറാം യെച്ചൂരിക്ക് പകരം അതേ പരാതിയുമായി എത്തിയിരിക്കുന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനും കെ സി ജോസഫുമാണ്. ആ പരാതി ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നു. പക്ഷെ അന്ന് നിർമ്മലാ സീതാരാമൻ ബീഹാറിലെ ജനങ്ങൾക്ക് കോവിഡ് സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയുന്നത് ചട്ടലംഘനമല്ലെങ്കിൽ ഇവിടെ പിണറായി വിജയന്റെ കാര്യത്തിൽ അതെങ്ങനെ ചട്ടലംഘനമാകും? അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ.
അരുണെ, നിങ്ങൾ അവതാരകനാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചത് ഞാൻ തിരിച്ചാ ചോദിച്ചത്. അന്ന് ചട്ടലംഘനമാണ് എന്ന് ട്വീറ്റ് ചെയ്തവർ ഇന്ന് ചട്ടലംഘനമല്ല എന്നെങ്ങനെ പറയും? അല്ല, അതുകൊണ്ടല്ലോ അത് ചട്ടലംഘനമാണ് എന്ന് കാണിച്ചവർ. അത് റഹീം പറയണം, എനിക്കതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. അന്ന് ചട്ടലംഘനമല്ലെന്ന് പറഞ്ഞ BJP ഇന്ന് ചട്ടലംഘനമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ അങ്ങോട്ട് പറഞ്ഞു തീരുമ്പോ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇടയിലിടയിൽ പറയല്ലേ, അന്ന് ചട്ടലംഘനമാണെന്ന് പ്രേക്ഷകരെ കാണിച്ച നിങ്ങൾ ഇന്ന് ചട്ടലംഘനമല്ല, എന്ത് ചട്ടലംഘനമാണ് നടത്തിയെന്ന് എന്നോട് ചോദിക്കാനുള്ള ധാർമ്മിക അവകാശം അരുൺ എന്ന് പറയുന്ന അവതാരകൻ ഇല്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞുകൊണ്ട് അസന്നിഗ്ധമായി പറയുന്നതിന്റെ കാരണം ഒരു മാധ്യമ എന്ന രീതിയിൽ നിർമ്മലാ സീതാരാമന്റെ കാര്യത്തിൽ സീതാറാം യെച്ചൂരി പറയുന്നതും ഇന്ന് പിണറായി വിജയന്റെ കാര്യത്തിൽ കെ മുരളീധരൻ പറയുന്നതും നമ്മൾ മാധ്യമത്തിലൂടെ കാണിക്കും. ഇനി അസന്നിഗ്ധമായി ഞാൻ ഒരു കാര്യം പറയാം. മാധ്യമം എന്ന രീതിയിൽ പരാതി കൊടുത്ത് വാർത്തയാക്കുക എന്നത് മാധ്യമത്തിന്റെ ഉത്തരവാദിത്വമാണ്. അത് ഞങ്ങളുടെ പുറത്ത് കയറിയിട്ട് കാര്യമില്ല. അന്നൊരു നിലപാട് ബീഹാറിൽ സ്വീകരിച്ചാൽ ഇന്നും ഇതേ നിലപാട് കേരളത്തിൽ സ്വീകരിക്കണം. അന്ന് ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ചട്ടലംഘനം അല്ലെങ്കിൽ പിണറായി വിജയന്റെ കാര്യത്തിലും അത് ചട്ടലംഘനം അല്ലെന്ന നിലപാട് BJP സ്വീകരിക്കണം. അതല്ലല്ലോ നിങ്ങൾ ഇന്ന് ചെയ്തത്. ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞതെന്താ, വി മുരളീധരൻ പറഞ്ഞതെന്താ, ചട്ടലംഘനമാണ്. അപ്പോൾ നിർമ്മലാ സീതാരാമൻ ചെയ്തതോ ചട്ടലംഘനമല്ല. അരുണെ, നിങ്ങൾ ഉരുണ്ടിട്ട് കാര്യമില്ല. ഞാനത് പറയുന്നത് കേട്ടതിന് ശേഷം നിങ്ങൾ സംസാരിക്കേ. ഈ സാധനം കൊണ്ടുവന്നത് ഞാനാണ്, എന്നോടാണ് ചോദ്യം. ആ ചോദ്യമാണതിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അത് ചട്ടലംഘനം ആണ് എന്ന് അന്ന് പറഞ്ഞ ഇടതുപക്ഷ പാർട്ടിക്ക് ഇന്ന് ചട്ടലംഘനമല്ല എന്ന് പറയാനുള്ള അവകാശമില്ല. ഒന്ന്. രണ്ട്, അത് ചട്ടലംഘനമാണെന്ന് കാണിച്ച 24-ന് ഇന്ന് ചട്ടലംഘനം എവിടെ നടന്നു എന്ന് എന്നോട് ചോദിക്കാനുള്ള അവകാശമില്ല. മൂന്നാമത്തെ കാര്യം പറയാം. ഇത് ചട്ടലംഘനമാണോ അല്ലോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം മാധ്യമങ്ങൾക്കല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് തീരുമാനിക്കേണ്ടത്. ചട്ടലംഘനമാണെന്ന് ഞങ്ങൾ പറയും, ഞങ്ങൾ വിധിക്കാറൊന്നുമില്ല സാർ. അത് വിധിക്കുന്നവരുണ്ടാവും, അത് അവർക്ക്. ഒരു നിമിഷം, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നമുക്ക് റഹീമിൽ നിന്ന് തേടാൻ ശ്രമിക്കാം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം. ഒരു മിനിറ്റ്, ഞാൻ തീർക്കട്ടെ. ശരി, തീർത്തോ. ഞാൻ തീർക്കട്ടെപ്പാ, ഞാൻ തീർത്തിട്ട് നിങ്ങൾ പൊക്കോ. തീർത്തോളൂ. അല്ല, ഒരു മിനിറ്റ്. യാതൊരു സംശയവും കൊടുക്കണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റു സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി പറഞ്ഞത് സംസ്ഥാന രാജ്യത്ത് മുഴുവൻ സൗജന്യമായി കോവിഡ് വാക്സിൻ കൊടുക്കുമെന്നാണോ? പ്രധാനമന്ത്രിയുടെ BJPയുടെ നിലപാട് എന്താ ഇക്കാര്യത്തിൽ? ഞാൻ പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അനൗൺസ്മെന്റ് ഈ കാര്യത്തിൽ വളരെ കൃത്യമാണ്. അതല്ല പ്രശ്നം. ചോദിക്കാന്നുള്ള നിലപാട് ഞാൻ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് വാക്സിൻ വെളിയിൽ വന്നതിന് ശേഷം ഈ കാര്യത്തിൽ എങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണം, സൗജന്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങളും അത് കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രശ്നം, ഞാനൊന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സംസാരിച്ചോപ്പാണ്. ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങോട്ട് പറയല്ലേ. ഇപ്പം അഭിലാഷ് പറഞ്ഞത് എന്താ, ഇതൊരു ഫിനാൻഷ്യൽ ഓഫറിംഗ് അല്ല. എന്നാൽ അത് ബെനിഫിഷ്യറി ആണോ? അതെ, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അവിടെ ഉണ്ടോ? ഉണ്ട്. ആർക്കുണ്ട്? അത് ഇവിടുത്തെ സമ്മതിദായകർക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായും സമ്മതിദായകർക്ക് ഒരു ഫിനാൻഷ്യൽ ഓഫറിംഗ് ഈ ഗവൺമെന്റ് 18 വയസ്സ് പൂർത്തിയാവാത്ത കുട്ടികൾക്കും ഉണ്ട്. ഞാനെന്ന് പറഞ്ഞു 18 വയസ്സ് പൂർത്തിയാകാത്ത നോൺ വോട്ടേഴ്സിനും ഉണ്ട് സാർ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് തീർത്തോട്ടെ. കേരളത്തിലെ എല്ലാവർക്കും എന്നാണല്ലോ അതിന്റെ അർത്ഥം വെക്കേണ്ടത്. കേരളത്തിലെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ സമ്മതിദായകർക്കും ഉണ്ട്. അപ്പൊ സമ്മതിദായകരായിട്ടുള്ള ആളുകളെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? സാർ, അങ്ങനല്ലേ മുഖ്യമന്ത്രി ഈ സമയത്ത് പറയാണ് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കത്തില്ല എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. ഗോപാലകൃഷ്ണൻ, സൗജന്യമായി കോവിഡ് വാക്സിൻ കൊടുക്കണമെന്ന് പ്രധാനമന്ത്രി നിലപാടുണ്ടെങ്കിൽ അങ്ങനൊരു നിലപാട് മുഖ്യമന്ത്രി ഇവിടെ സ്വീകരിച്ചതിൽ അതിനകത്ത് എന്ത് പോരായ്മയാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതാണ്. രണ്ട്, ഇന്ത്യയിൽ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിക്കും സൗജന്യമായിട്ടല്ലേ കൊടുക്കാൻ പറ്റൂ. അതിൽ എന്ത് വിരോധാഭാസമാണുള്ളത്? സൗജന്യ കോവിഡ് വാക്സിൻ നൽകും എന്ന മുഖ്യമന്ത്രിയുടെ മറുപടി വിവാദമാക്കിയതിലൂടെ UDF പുലിവാല് പിടിക്കുകയാണോ എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ലിജു, ഞാൻ റഹീമിലേക്ക് വരാം. ലിജുവിന്റെ കൂടെ മറുപടി. ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് ചുരുക്കി പറയാനാണെങ്കിൽ വളരെ ചുരുക്കി പറയാം. പറഞ്ഞോളൂ, വളരെ പെട്ടെന്ന് പറഞ്ഞോളൂ. കാര്യം ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് പ്രധാനമന്ത്രി പറഞ്ഞെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം നേടാതെ പോയി. പ്രധാനമന്ത്രി ഇന്ത്യയിലുള്ള എല്ലാവർക്കും വാക്സിൻ ഫ്രീ ആയി കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്.
അവിടെ ഉത്തരം പറയേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി എങ്ങനെയാണെന്നറിയോ? കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, അത് സംസ്ഥാന സർക്കാർ ചെയ്യും. അതല്ല പറഞ്ഞത്. പക്ഷെ അപ്പം പ്രധാനമന്ത്രി പറഞ്ഞു അത്രേ ഉള്ളൂ. പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിൽ നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നിടത്ത് ആ പ്രശ്നം അവസാനിച്ചു. ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി പറയുന്നതിന് എതിർത്ത് പറയാൻ കഴിയില്ലല്ലോ. പ്രധാനമന്ത്രി സൗജന്യമായി കൊടുക്കും, മുഖ്യമന്ത്രി പിന്നെ സൗജന്യമായിട്ടല്ലേ കൊടുക്കാൻ പറ്റൂ. അത് പ്രധാനമന്ത്രി പറഞ്ഞത് എന്ന് പറയണമായിരുന്നു. അത് പറയാതെ ഞാൻ സൗജന്യമായി കൊടുക്കും. ഈ കേരളത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതിനെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതായി ഏറ്റുപറഞ്ഞതായി വ്യാഖ്യാനിക്കാൻ നമുക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ കാര്യം സൂചിപ്പിച്ചില്ലയോ? ശരി ശരി, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കാര്യം ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. തർക്കമേ ഉദിക്കുന്നില്ല. സർക്കാരിന്റെ കാര്യം പ്രധാനമന്ത്രിയുടെ കാര്യം അങ്ങനെയാണെങ്കിൽ ബി ജെ പി പ്രധാനമന്ത്രിയോട് പറയണം, രാജ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് അനുകൂലിച്ച മുഖ്യമന്ത്രി ചട്ടലംഘനത്തിന് പറയണം സഹമന്ത്രിയോട്. അല്ലല്ല, രാജ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പറയേണ്ടത് അങ്ങനെയല്ല. രാജ്യത്തെ പ്രധാനമന്ത്രി ചട്ടലംഘനം ഗോപാലകൃഷ്ണൻ. ഞാൻ തിരിച്ചു വരാം. റഹീമിന് ചോദ്യങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞു ഇല്ലല്ലോ. ലിജു ഇവിടെ ഈ ഒരു പരാതി കെ സി ജോസഫ് കൊടുത്തത് തിരിച്ചടിയാവുമോ? കാരണം ഈ പരിപാടി കാണുന്ന പ്രേക്ഷകരാണെങ്കിലും ഇത് വിവാദത്തിൽ വന്ന സമയം മുതൽ കോവിഡ് സൗജന്യ ചികിത്സ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നൊരു ധാരണ ഈ പരാതിയിലൂടെ രൂപപ്പെട്ടാൽ അത് തിരിച്ചടിയാവില്ലേ?